വാണിജ്യാവശ്യത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത നിലച്ചതോടെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ പല ഹോട്ടലുകളും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടി. പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായില്ലെങ്കിൽ പ്രതിസന്ധി അതിരൂക്ഷമാകാനാണ് സാധ്യത. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. പാചകവാതക വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിബന്ധനകൾ കേരളത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബേക്കറി, ഹോട്ടൽ, റെസ്റ്റോറന്റ് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വാണിജ്യാവശ്യ സിലിണ്ടറിന്റെ വിതരണം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ് നിലവിൽ. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉൾപ്പെടെ സംസ്ഥാനത്തെ നഗരങ്ങളിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടി തുടങ്ങി. പല ഹോട്ടലുകളുടെ മെനുവിൽ വരെ മാറ്റം വന്നു തുടങ്ങി. ഗ്യാസ് കൂടുതൽ ആവശ്യമുള്ള വിഭവങ്ങൾ ഒഴിവാക്കി പല ഹോട്ടലുകളും മെനു പരിമിതപ്പെടുത്തി ചിലയിടങ്ങളിൽ വിറകടുപ്പുകളിലേക്ക് മാറാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ജയിൽ കൗണ്ടറുകളിൽ പോലും വിഭവങ്ങൾ വെട്ടിക്കുറച്ചു. ഇന്നലെ വൈകിട്ട് ഉച്ച തൊട്ട് ഞങ്ങൾ വിറകിലാണ് തൽക്കാലം സാധനങ്ങൾ കൊടുക്കുന്നത്. എല്ലാ ഐറ്റവും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുന്ന 1-2 ഐറ്റങ്ങൾ മാത്രം നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആൾക്കാരെ നമുക്ക് അങ്ങനെ നമ്മളെ കസ്റ്റമേഴ്സ് നമുക്കൊന്നും പറഞ്ഞിടാൻ പറ്റത്തുകൊണ്ട് നമ്മളങ്ങനെ കൊടുക്കാൻ പറ്റുന്ന 1-2 ഐറ്റം മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വിറകിനും ലഭ്യത കുറവ് പോകുന്നുണ്ട്. ഗ്യാസിന് എന്ന് കിട്ടും എന്നുള്ളതൊന്നും അറിയത്തില്ല. അതായത് വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്ന് പ്രശ്നം പരിഹരിക്കുമെന്നോ ഒന്നും അറിയാനും പറ്റുന്നില്ല. വാടക വീടുകളിലും ഹോസ്റ്റലുകളിലും താമസിക്കുന്ന വിദ്യാർത്ഥികളെയും സാധാരണ തൊഴിലാളികളെയും ഉൾപ്പെടെ പലരെയും വിഷയം ഗുരുതരമായി ബാധിക്കും. തട്ടുകടക്കാർക്കും LPG ക്ഷാമം വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. കേറ്ററിംഗ് മേഖലയെ ഗുരുതരമായ പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. വലിയ പരിപാടികൾക്കടക്കം മുൻകൂട്ടി ബുക്കിംഗ് എടുത്ത പല സ്ഥാപനങ്ങളും ആശങ്കയിലാണ്. കല്യാണ പാർട്ടികൾ മുതൽ ഇഫ്താർ വിരുന്നുകൾ വരെ മുടങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്. ഒരു കാറ്ററിംഗ് നേടിയ ഒരു കാറ്ററിംഗ് സ്ഥാപനം മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇപ്പം ഇടിയപ്പം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഇഡലി വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പം വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇതുമായിട്ട് ബന്ധം ചപ്പാത്തി വിൽക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം പൂട്ടിക്കഴിഞ്ഞു. അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം മുൻഗണനാ വിഭാഗത്തിന് മാത്രമായി ചുരുക്കിയതാണ് ഹോട്ടലുകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗാർഹിക സിലിണ്ടറുകൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും കരിഞ്ചന്തയിലും സുലഭമാണ്. കരിഞ്ചന്തയിൽ ലഭ്യമായ സിലിണ്ടറുകൾക്ക് അമിതവില നൽകേണ്ടി വരുന്നത് ഹോട്ടലുകളിലെ ഭക്ഷണവില വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാമെന്നും സൂചനകളുണ്ട്. 3000 രൂപ വരെ ചോദിക്കും. ഗ്യാസ് ഏജൻസി അല്ല, വെളി പുറത്ത് നിൽക്കുന്ന ഈ അടക്കത്തിനക്കാരുണ്ടല്ലോ, അവർ ചോദിക്കുന്നു 3000 രൂപ വരെ ചോദിക്കുന്നു. കൊമേഴ്സ് പ്രതിസന്ധി വൈകാതെ പരിഹരിക്കാനായില്ലെങ്കിൽ കോവിഡ് കാലത്തതിന് സമാനമായ തരത്തിൽ വിവിധ വിഭാഗങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടേക്കുമെന്നതാണ് പ്രധാന ആശങ്ക. പിന്നെ ഇപ്പോൾ ഇത് വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾക്കും പ്രയാസമാണ്. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്ത ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ വീണ്ടും ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ വളരെ പരിതാപകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇതിൻ്റെ ഈ വിറകൊക്കെ ആകുമ്പോൾ വിറക് പുറത്ത് വാങ്ങാൻ പിന്നെ അതിൻ്റെ ചൂട്, അതിൻ്റെ പുക, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ജീവനക്കാരുടെ ശമ്പളം മുതൽ വരുമാനമില്ലാതെ കടക്കണിയിലേക്ക് വീഴുന്നവരും കുറവാകില്ല. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.